ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ ഒന്നും മിണ്ടായിരിക്കുന്നില്ലേ? എഴുന്നേക്കടി. നീ എന്താ ആയിഷ ഈ കാണിക്കുന്നേ? മിണ്ടരുത്. നീ എന്ത് ചെയ്തിട്ടാ വന്നിരിക്കുന്നെന്ന് വല്ല ബോധവും നിനക്കുണ്ടോ? ഇത്രയും പ്രശ്നങ്ങൾ നേരിടുന്ന നിന്റെ ജീവിതം എങ്ങനെ കരക്കടുപ്പിക്കുമെന്ന് ആലോചിച്ച് ഞങ്ങൾ തീ തിന്നോണ്ടിരിക്കാം. അപ്പഴാ നീ തന്നെ നിന്റെ ജീവിതം തൊലയ്ക്കുന്നത്. നീ എന്ത് ധൈര്യത്തിലാ പ്രിയന്റെ അമ്മയോട് അവന് വേറെ കല്യാണം ആലോചിക്കാൻ പറഞ്ഞത്? നീ എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ആരുമില്ലെന്നുള്ള ധൈര്യം വന്നോ? നീ ഇങ്ങനെ മിണ്ടാതെ നിൽക്കാതെ അവള് ചോദിച്ചതിന് മറുപടി പറ. പ്രിയൻ ചേട്ടന് നല്ലതിനു വേണ്ടി ഞാനിതെല്ലാം ചെയ്തു. ഞാൻ കാരണം പ്രിയൻ ചേട്ടന് കുടുംബത്തിന് ഒരു നാണക്കേടുണ്ടാവരുത്. അപ്പൊ നിന്റെ കാര്യോ? എന്റെ ജീവിതം അവസാനിച്ചതുപോലെയാ. എന്റെ നല്ലതിനു വേണ്ടി മാത്രം ചിന്തിച്ച പ്രിയൻ ചേട്ടൻ ഞാൻ കാരണം വേദനിക്കരുത്. അദ്ദേഹത്തിന് ചേർന്നൊരു ഭാര്യയെ കിട്ടണമെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും മാറി നിൽക്കണം. ഞാൻ ആ തീരുമാനം എടുത്തു കഴിഞ്ഞു. പ്രിയൻ ചേട്ടൻ മറ്റാരെങ്കിലും കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. നീ ഇല്ലാതെ പ്രിയന് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ചെയ്യുന്നത് വലിയ ത്യാഗമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രിയൻ എന്തെങ്കിലും മാറാ രോഗമോ ആക്സിഡന്റോ സംഭവിച്ച നീ അവനെ കൈയൊഴിയോ? പ്രിയൻ നിന്റെ നല്ലതിനു വേണ്ടിയാണെന്ന് പറഞ്ഞ് നിന്നെ ഒഴിവാക്കിയ നിനക്ക് എന്തു തോന്നും? അങ്ങനെ പ്രിയൻ നിന്നെ ഒഴിവാക്കാൻ ശ്രമിച്ച നീ വിട്ടുകൊടുക്കോ? ഇല്ലല്ലോ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കൂടെ നിന്നോണ്ട് അവന് ധൈര്യം കൊടുക്കാനല്ലേ നീ ശ്രമിക്കൂ. നിനക്ക് അവനോടുള്ള അതേ ആത്മാർത്ഥത പ്രിയന് നിന്നോടും ഉണ്ട്. നീ എത്രയൊക്കെ അവരെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാലും പ്രിയൻ നിന്നെ മറന്ന് മറ്റൊരു പെൺകുട്ടിയെ ഭാര്യയാക്കില്ല. ഒരു രോഗമോ ഒരു ആക്സിഡന്റോ സംഭവിച്ചതുപോലെയല്ല എന്റെ അവസ്ഥ. ആ അവസ്ഥയിൽ പങ്കാളിയെ കൈവിടാത്തവരെ സമൂഹം അഭിമാനത്തോടെ കാണുക. മറ്റാരുടെയോ കുഞ്ഞിന്റെ അമ്മയായ എന്നെ പ്രിയൻചേട്ടൻ സ്വീകരിച്ച സമൂഹം അദ്ദേഹത്തെയും കുടുംബത്തെയും പറ്റി എന്തൊക്കെ പറയുന്ന നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദർശനയുടെ കല്യാണം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇതറിഞ്ഞ അവൾക്ക് നല്ലൊരു കുടുംബത്തിൽ നിന്നും ബന്ധം കിട്ടുമോ? ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ ഈ തീരുമാനത്തിലെത്തിയത്. നമ്മൾ സ്നേഹിക്കുന്നവരെ സ്വന്തമാക്കുന്നതിലല്ല ആത്മാർത്ഥത കാണിക്കേണ്ടത്. അവരുടെ ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ കഴിയുന്ന ഉറപ്പുവരുത്തുന്നതില്ല. ഇപ്പൊ പ്രിയൻചേട്ടന് എന്നെ മറക്കാൻ കഴിയില്ലായിരിക്കും. പക്ഷെ പ്രിയൻചേട്ടൻ വൈകാതെ എന്നെ വെറുക്കാൻ തുടങ്ങും. ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. എന്നെ പ്രിയൻചേട്ടൻ വെറുക്കാൻ തുടങ്ങിയ അദ്ദേഹത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന മറ്റൊരു പെൺകുട്ടി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വരും. അതെങ്ങനെയാ നിനക്ക് ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റുന്നേ? എനിക്ക് ഉറപ്പാണ്, അത്രേ ഉള്ളൂ. പ്രിയനെയും കുടുംബത്തെയും രക്ഷിക്കാനുള്ള ശ്രമത്തിൽ അവൾ സ്വയം നശിക്കും. അവൾ എന്തൊക്കെയാണോ ചെയ്തു കൂട്ടാൻ പോകുന്നത്? മോളെ തുളസി, ഇറങ്ങ്.
മോൾ അകത്തേക്ക് കയറിക്കോ. ഞാൻ ഈ ടാക്സിക്കാരനെ സെറ്റിൽ ചെയ്തിട്ട് വരാം. ശരി അച്ഛാ. ചെല്ലേ. അപ്പച്ചി, തുളസി, എന്താ എല്ലാരും ഇങ്ങനെ പകച്ചു നിൽക്കുന്നേ? വാ മോളെ. പെട്ടെന്ന് എല്ലാരെയും കൂടെ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഇത് സ്വപ്നമാണോന്ന് പോലും തോന്നിപ്പോയി. അല്ല, ഏട്ടൻ ഇങ്ങോട്ട് വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. പറയാൻ തുളസി സമ്മതിക്കണ്ടേ? പെട്ടെന്ന് നിങ്ങളെയൊക്കെ കാണണമെന്ന് പറഞ്ഞു വാശി പിടിക്കുകയായിരുന്നു. നിന്നെ വിളിച്ച് അറിയിക്കണമെന്ന് പറഞ്ഞപ്പോ അതും വേണ്ടെന്ന് പറഞ്ഞു. നേരത്തെ വിളിച്ചു പറഞ്ഞ സർപ്രൈസ് ആവൂ അച്ഛാ. ഇവരുടെയൊക്കെ മുഖം കണ്ടില്ലേ? ശരിക്കും ഞെട്ടി. നിങ്ങൾ എന്താ ചേച്ചി പെട്ടെന്ന് പ്രിയഞ്ചേട്ടൻ അന്വേഷിച്ചു വന്നത്? എനിക്കിങ്ങോട്ട് വരാൻ പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ? അച്ഛനും അമ്മയും കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇങ്ങോട്ട് വന്നപ്പോ ഞാനും കൂടി ഉണ്ടാവണമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കാനാണ് ഞാൻ വന്നത്. അപ്പൊ ചേച്ചി എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിട്ടല്ല വന്നിരിക്കുന്നേ? ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. തീരുമാനം എന്താണെന്ന് അറിയാൻ വന്നതാ. ഞാനിവിടെ താമസിക്കുന്നോണ്ട് അപ്പച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇതിലെന്താ ഇത്ര ചോദിക്കാനുള്ളത്? നീയും ഈ കുടുംബത്തിന്റെ ഭാഗമല്ലേ?